ആഗോള അയ്യപ്പ സംഗമത്തിലെ നടക്കാത്ത പരിപാടിക്ക് പണം ലഭിച്ചെന്ന പ്രചാരണം തള്ളി നന്ദഗോവിന്ദം ഭജൻസ്. ക്ഷണം ലഭിച്ചെങ്കിലും അസൗകര്യം അറിയിച്ചെന്ന് വിശദീകരണം. പണം നൽകിയെന്ന തരത്തിൽ പുറത്തുവന്നത് ബില്ലല്ല, പ്രപ്പോസൽ. ഓഡിറ്റ് റിപ്പോർട്ടിൽ അന്വേഷണം വേണമെന്ന് PS പ്രശാന്ത്. അഡ്വാൻസ് തുക ദേവസ്വം ബോർഡിന് തിരികെ നൽകിയെന്ന നിലപാടിൽ ഉറച്ച് VN വാസവൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിക്കാരെ കുടഞ്ഞ് ഹൈക്കോടതി. എന്തിന് കേന്ദ്ര ഏജൻസിയെ എത്തിക്കണമെന്ന് ചോദ്യം. CBI മികച്ച രീതിയിൽ അന്വേഷിച്ച സമീപകാലത്തെ കേസുകൾ ഏതെന്ന് കോടതി. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. അറസ്റ്റ് നിയമവിരുദ്ധമെന്ന ഹർജി തള്ളി. സ്കൂൾ പാഠപുസ്തക വിതരണത്തെ നേരത്തെ ആക്കിയതിനെ പരിഹസിച്ച് വെട്ടിലായി രമേശ് ചെന്നിത്തല. 9ാം ക്ലാസ് കുട്ടി ജയിച്ചോ എന്നറിയാതെ പുതിയ പുസ്തകം കൊടുത്തിട്ട് എന്ത് കാര്യമെന്ന് ചെന്നിത്തലയുടെ ചോദ്യം. നാടിന് പരിഹാസ്യമായ പ്രസ്താവനയെന്ന് മുഖ്യമന്ത്രി. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പുസ്തകം പഠിപ്പിച്ച ഭൂതകാലം ഓർമ്മിപ്പിച്ച മന്ത്രി V ശിവൻകുട്ടി. പുസ്തക വിതരണത്തിന് തിരുവനന്തപുരത്ത് തുടക്കം. PT കുഞ്ഞു മുഹമ്മദ് പ്രതിയായ ലൈംഗിക അതിക്രമ കേസിൽ തുറന്നു പറച്ചിലുമായി ചലച്ചിത്ര പ്രവർത്തക ആശ ആച്ചി ജോസഫ്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടും മൊഴി രേഖപ്പെടുത്താൻ 4 ദിവസമെടുത്തു. മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടും FIR ഇട്ടില്ല എന്നും ആശ. പ്രമുഖർക്കെതിരെ പരാതിപ്പെട്ടാൽ നിശബ്ദരാക്കാൻ സമ്മർദ്ദമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ. സർക്കാർ ശക്തമായ നടപടിയെടുത്തെന്ന് മന്ത്രി R ബിന്ദു. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം 20-ന് 20 സിറ്റിംഗ് MLA-മാർ മത്സരിച്ചേക്കും. പാലക്കാടും തൃപ്പൂണിത്തുറയിലും പുതുമുഖങ്ങളെന്ന് സൂചന. സിറ്റിംഗ് സീറ്റുകൾ വെച്ചു മാറേണ്ടെന്നും തീരുമാനം. സണ്ണി ജോസഫ് മത്സരത്തിന് ഇറങ്ങിയാൽ KPCC അധ്യക്ഷൻ ആരാകും എന്നതിൽ ഉദ്വേഗം. കൊടിക്കുന്നിൽ സുരേഷിന് മുൻതൂക്കം. തൃശൂർ ജില്ലയിൽ വിജയമുറപ്പിക്കാൻ പുത്തൻ പ്രചാരണ തന്ത്രവുമായി BJP. A+ കാറ്റഗറി മണ്ഡലങ്ങളുടെ പ്രചാരണ ചുമതല RSS നേതാക്കൾക്ക്. ജില്ലയുടെ ചുമതല പ്രാന്ത പ്രചാരക് A വിനോദിന്. എന്ത് ഓഫർ നൽകിയാലും BJP-യിലേക്ക് ഇല്ലെന്ന് MK വർഗീസ്. താൽപര്യം കോൺഗ്രസിലേക്ക് തിരികെ പോകാനെന്നും മുൻ മേയർ. ഉമ്മൻചാണ്ടിയുടെ കല്ലറിയിൽ LDF ജാഥയുടെ പോസ്റ്റർ വെച്ചത് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവെന്ന് പോലീസ്. കണ്ടെത്തൽ പള്ളിയിലെ CCTV പരിശോധനയിൽ. പിന്നിൽ LDF പ്രവർത്തകരെന്ന് DCC. രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് CPIM. ദുഃഖകരമായ സംഭവമെന്ന് ജോസ് കെ മാണി. പുതുയുഗ യാത്രയിലെ കുറ്റ്യാടി പിടിവലിയെ വിമർശിച്ച് K മുരളീധരൻ. സ്നേഹത്തള്ളലായാലും തള്ളലായാലും തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യും. ചാനലിൽ മുഖം കാണിക്കാൻ തള്ളുന്നവരോട് ജനത്തിന് പരിഹാസമെന്നും കുറ്റപ്പെടുത്തൽ. ഒരു സ്റ്റേജ് മാനേജ് ചെയ്യാൻ പറ്റാത്തവർ എങ്ങനെ സ്റ്റേറ്റ് മാനേജ് ചെയ്യുമെന്ന് MV ഗോവിന്ദൻ. സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത വന്യജീവി. കൊല്ലം പുനലൂരിൽ കാട്ടുപന്നി ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് ചാലിയക്കര സ്വദേശി രഘുനാഥൻ. ആക്രമണം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ. പുനലൂരിൽ കുറുനരി ആക്രമണത്തിൽ ദമ്പതിമാർക്ക് പരിക്ക്. റോഡ് അപകടത്തിൽ മരിച്ച 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നു. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാവായി ആലിൻ ഷെറിൻ എബ്രഹാം. മസ്തിഷ്ക മരണം സംഭവിച്ച ആലിൻ പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകൾ. ഷെയ്ഖ് ഹസീന സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്ക് ചരിത്ര മുന്നേറ്റം. കേവല ഭൂരിപക്ഷമായ 151 മറികടന്ന് BNP. താരിഖ് റഹ്മാൻ അടുത്ത പ്രധാനമന്ത്രിയാകും. ജമാഅത്തെ ഇസ്ലാമിക്ക് കനത്ത തിരിച്ചടി. 77 സീറ്റുകളിൽ ഒതുങ്ങി. പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് ആവർത്തിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ. പാർട്ടി ചെയർമാൻ മത്സരിക്കില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നും റോഷി. സിറ്റിംഗ് MLA-മാർ മത്സരിക്കുന്നതിൽ പോലും തീരുമാനം വന്നിട്ടില്ല എന്ന് ജോസ് കെ മാണി. പിന്നെയല്ലേ തന്റെ കാര്യമെന്നും ചോദ്യം. തൃശൂർ പൂരം കലക്കലിൽ തിരുവമ്പാടി ദേവസ്വത്തെ പഴിചാരി അന്വേഷണ റിപ്പോർട്ട്. പൂരം അലങ്കോലമാക്കാൻ കാരണം ദേവസ്വത്തിന്റെ ഏകപക്ഷീയ നിലപാട്. ഉദ്യോഗസ്ഥ ഗൂഢാലോചന തള്ളി ക്രൈംബ്രാഞ്ച്. റിപ്പോർട്ട് ADGP-ക്ക് കൈമാറി. റിപ്പോർട്ട് പിണറായിയുടെ തിരക്കഥയെന്നും കലക്കിയത് പോലീസ് തന്നെയെന്നും K മുരളീധരൻ. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് നടപ്പാതയിലൂടെ ബൈക്കോടിച്ച സംഭവത്തിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. ബൈക്ക് യാത്രികനെതിരെ കേസെടുത്തു. ലൈസൻസ് സസ്പെൻഡ് ചെയ്തേക്കും. ബൈക്ക് തടഞ്ഞ് പ്രതികരിച്ച പ്രഭാവതി അമ്മയുടെ വീട്ടിലെത്തി പൊന്നാട അണിയിച്ച് MVD. അതിലൊന്നൊരു വലിയൊരു കാര്യമൊന്നും. ഇതൊക്കെ ഒരു എന്താ പറയുക, ഇതൊക്കെ അതിൻ്റെതായിട്ടുള്ളൊരു സിസ്റ്റം ഇങ്ങനെ നടന്നു പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നടപടിയാണ് ഉണ്ടാവേണ്ടത്. കാരണം ഇതിനൊരു ശാശ്വത പരിഹാരം. മലപ്പുറത്ത് 16-കാരിയെ പീഡിപ്പിച്ചെന്ന കേസിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഫിലിപ്പ് മമ്പാട് പിടിയിൽ. പെൺകുട്ടിയെ കാസർകോട്ടെ ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന് പരാതി. കേസിനാസ്പദമായ സംഭവം 2022 സെപ്റ്റംബറിൽ.
തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ഞെട്ടിക്കുന്ന കവർച്ച. ഓഫീസേഴ്സ് ക്ലബ്ബിൽ സൂക്ഷിച്ചിരുന്ന 2 കോടി വിലമതിക്കുന്ന ആനക്കൊമ്പുകൾ മോഷ്ടിച്ചു. കവർച്ചയ്ക്ക് പിന്നിൽ DJ പാർട്ടിക്കായി പുറത്തുനിന്ന് വന്നവരെന്ന് സൂചന. അന്വേഷണം ആരംഭിച്ച പൂജപ്പുര പോലീസ്. യൂട്യൂബർ KM ഷാജഹാനെതിരെ വീണ്ടും സൈബർ അധിക്ഷേപ കേസ്. തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തത് കണ്ണൂർ സ്വദേശിയായ വനിതാ ഡോക്ടറുടെ പരാതിയിൽ. വിദേശത്ത് ജോലി ചെയ്യുന്ന വനിതാ ഡോക്ടർമാരെ അധിക്ഷേപിച്ചെന്ന് FIR. ഏറ്റുമാനൂരിൽ നടന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥ യോഗത്തിൽ ജാതിവാദം. വൈക്കം ക്ഷേത്രത്തിലെ കഴകക്കാരനായി ബ്രാഹ്മണനെ നിയമിക്കണമെന്ന് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ. ജാതീയ പരാമർശങ്ങൾ ആവർത്തിക്കരുതെന്ന് ദേവസ്വം പ്രസിഡന്റിന്റെ താക്കീത്. ഏത് കാലത്താണ് ജീവിക്കുന്നതെന്നും K. ജയകുമാറിന്റെ ചോദ്യം. കൊല്ലം ഓച്ചിറയിൽ വിൽപ്പനയ്ക്ക് എത്തിച്ച 17 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് ഓച്ചിറ സ്വദേശി അനൂപ്. MDMA തൂക്കാനും ഉപയോഗിക്കാനുമുള്ള ഉപകരണങ്ങളും പിടിച്ചെടുത്തു. എറണാകുളം കുന്നത്തുനാട്ടിൽ 20 ഗ്രാം രാസലഹരിയുമായി യുവാക്കൾ പിടി. ലഡാക്കിന് സംസ്ഥാന പദവി നൽകാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ. തന്ത്രപ്രധാന മേഖലയായതിനാൽ കേന്ദ്രഭരണ പ്രദേശമായി തുടരും. 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നത് പ്രായോഗികമല്ലെന്നും കേന്ദ്ര സർക്കാർ. ലഡാക്കിലെ സംഘടനകളെ നിലപാടറിയിച്ച് കേന്ദ്രം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെതിരെ കർഷക സമരത്തിന് ആഹ്വാനം ചെയ്ത് രാഹുൽ ഗാന്ധി. 17 പ്രമുഖ കർഷക സംഘടനാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി രാഹുൽ. രാജ്യത്തെ സ്തംഭിപ്പിക്കുന്ന സമര പരിപാടികളിലേക്ക് കടക്കുമെന്ന് കർഷക നേതാവ് PT ജോൺ ന്യൂസ് മലയാളത്തോട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബീഹാർ മോഡൽ പ്രഖ്യാപനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി. 1.31 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 5000 രൂപയുടെ ധനസഹായം. കലൈഞ്ചറുടെ പേരിലുള്ള പദ്ധതി. പ്രതിമാസം നൽകുക 1000 രൂപ. 3 മാസത്തെ പണവും 2000 രൂപ വേനൽക്കാല സഹായവും നൽകിയെന്ന് MK സ്റ്റാലിൻ. ആഗോളതാപനം നിയന്ത്രിക്കുന്നതിനുള്ള സുപ്രധാന ഉത്തരവ് പിൻവലിച്ച് അമേരിക്കൻ പ്രസിഡന്റ്. റദ്ദാക്കിയത് അപകടകരമായ വാതകങ്ങളുടെ പുറന്തള്ളൽ നിയന്ത്രിക്കാനുള്ള 2009-ലെ ഉത്തരവ്. വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന പുക നിയന്ത്രിക്കുന്നത് വാഹനവില കൂട്ടുമെന്ന് ട്രംപിന്റെ ന്യായം. പാകിസ്ഥാൻ ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതായി റിപ്പോർട്ട്. വലത് കണ്ണിന്റെ കാഴ്ചശക്തി 15% മാത്രമാണ് ശേഷിക്കുന്നത്. ജയിലിൽ ഇമ്രാന് മതിയായ ചികിത്സ നൽകിയില്ല എന്ന് അഭിഭാഷകൻ കോടതി. ട്രംപ് ഭരണകൂടം നീക്കിയ സ്റ്റോൺവാൾ സ്മാരകത്തിലെ LGBTQ പ്രൈഡ് പതാക പുനഃസ്ഥാപിച്ച് ന്യൂയോർക്ക് അധികൃതർ. ഡെമോക്രാറ്റ് നേതാവും സ്വർഗാനുരാഗിയുമായ മാൻഹാറ്റൻ ബോറോ പ്രസിഡന്റ് പതാക ഉയർത്തി. മാൻഹാറ്റനിലെ ദേശീയ ഉദ്യാനത്തിലേക്ക് നടന്ന റാലിയിൽ അണിനിരന്ന 100 കണക്കിന് ആളുകൾ. ലോകകപ്പിൽ ഓസ്ട്രേലിയ അട്ടിമറിച്ച് സിംബാബ്വെ. 169 റൺസ് പിന്തുടർന്ന ഓസീസ് 146 ഓൾ ഔട്ട്. മുസറബാനിക്ക് 4 വിക്കറ്റ്. കാനഡയ്ക്കെതിരെ UAE പൊരുതുന്നു. അമേരിക്കയ്ക്ക് നെതർലാൻഡ്സ് എതിരാളികൾ. പാകിസ്ഥാനെ നേരിടാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കൊളംബോയിൽ. 2020 ലോകകപ്പിലെ ക്ലാസിക് പോരാട്ടം മറ്റന്നാൾ. ഇന്നും നാളെയും ടീമുകൾക്ക് പരിശീലനം. സഞ്ജു സാംസൺ കളിക്കാൻ സാധ്യത.